പുതിയ സംരംഭം തുടങ്ങാനുള്ള ഒരാള്, അവർക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ഉണ്ട്, ആ പ്രൊജക്റ്റിന് ഒരു ഫണ്ടിങ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നോൺ കൊളാട്രൽ ആയിട്ടും കൊളാട്രൽ വെച്ചിട്ടുമുള്ള ലോൺസ് ഉണ്ട്. അപ്പൊ ആ ലോൺസിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ. അതേസമയം എക്സിസ്റ്റിംഗ് ബിസിനസ്സുകാരാണെങ്കിൽ അവര് ഇപ്പോൾ ലോൺ എടുക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അവര് എക്സിസ്റ്റിംഗ് ലോൺ തന്നെ പല സ്ഥലങ്ങളിലും അവരുടെ മാക്സിമം എക്സ്പോഷർ ഒക്കെ ആയിട്ടുണ്ടാവും. പല തവണയായിട്ട് ആവശ്യങ്ങൾ വരുന്നതിനനുസരിച്ച് അവര് നോൺ കൊളാട്രൽ ആയിട്ടും കൊളാട്രൽ വെച്ചിട്ടും ഒക്കെ ലോൺ എടുത്തിട്ടുണ്ടാവാം. അവര് ചിലപ്പോൾ ഇപ്പോൾ ഒരാവശ്യത്തിന് ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് എലിജിബിലിറ്റി ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ കൊടുക്കാനൊരു പ്രോപ്പർട്ടി ഇല്ല. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഇവരുടെ ഈ എക്സിസ്റ്റിംഗ് ലോണിനെ തന്നെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ആവശ്യവും പിന്നീടുള്ള പല ആവശ്യങ്ങൾക്കും ഉള്ള ലോണും നമുക്ക് കൊടുക്കാൻ പറ്റും.